ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും വിചിന്തനം ചെയ്യുന്നത് ആഴ്ചഫലത്തെക്കുറിച്ചാണ്. 2025 മാർച്ച് മാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. കൊല്ലവർഷം 1200-ാം ആണ്ട് മീനമാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ആഴ്ച. പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഇടവം രാശിയിൽ വ്യാഴവും, മിഥുനത്തിൽ ചൊവ്വായും, കന്നിയിൽ കേതുവും, ശനി കുംഭം രാശിയിലും, മീനത്തിൽ ആദിത്യനും സർപ്പനും ബുധനും ശുക്രനും സ്ഥിതി ചെയ്യുമ്പോൾ പക്ഷബലം കുറഞ്ഞു വരികയാണ് ചന്ദ്രൻ. ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ 12 രാശികളിലായിട്ട് ഓരോ രാശിയിലും 2.25 നക്ഷത്രം വീതം ഉൾപ്പെടുത്തിയാണ് ഫലങ്ങൾ പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നു. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ ആഴ്ച പൊതുവെ ദൈവാധീനവും ഭാഗ്യവുമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് വളരെ ശ്രദ്ധ ആവശ്യമാണ്. അതായത് തീരുമാനങ്ങൾ തെറ്റിപ്പോയാൽ വലിയ നഷ്ടം ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ ഈ ആഴ്ചത്തെ തീരുമാനങ്ങളൊക്കെ വളരെ ശ്രദ്ധയും ക്ഷമയും അറിവുള്ളവരുമായിട്ട് ഉപദേശങ്ങൾ തേടുന്നതും വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ ഒരു ആഴ്ച. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗമുള്ള ഒരു സമയം. തൊഴിൽപരമായ പുരോഗതികൾ വന്നുചേരുന്ന ഒരു ആഴ്ചയാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ല ഒരു ആഴ്ചയാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. വാക്കിൻ്റെ സ്ഥാനത്ത് ക്രൂരഗ്രഹം സ്ഥിതി ചെയ്യുന്നതിനാൽ സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഏറ്റവും സുഹൃത്തുക്കൾ പോലും ചിലപ്പോൾ ശത്രുക്കളായി മാറുവാൻ സൂചനയുണ്ട്. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ പ്രണയം ഉള്ളവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. എതിർലിംഗക്കാരുമായിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം. മാനാപമാനങ്ങളോ അഭിഖ്യാതികളോ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ വിജയങ്ങളും ധന ആഗമന യോഗവും ഉണ്ട്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട്. നനച്ചിരിക്കാത്ത സമയത്ത് പെട്ടെന്ന് വിദേശത്ത് പോകണമെന്നൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് പേപ്പറുകളൊക്കെ ഒപ്പിട്ട് സാങ്ഷൻ ആകുന്നതിനും വിദേശത്ത് പോകുവാനൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീരുമാനമാകുന്ന ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഗവൺമെൻറ് ജോലി, ടെമ്പററി ഒക്കെ ആയിട്ട് ഡെയിലി വേജസിന് ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരപ്പെടുന്നതിന് ഒക്കെ ചില ചാൻസുകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചെയ്യും. കുടുംബപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതായത് കുടുംബത്ത് സഹോദരസ്ഥാനീയരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ മാതാപിതാക്കളും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും അതുപോലെ തന്നെ
ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കുമൊക്കെ ഐശ്വര്യപൂർണമായ ആഴ്ചയാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഭാഗ്യവും ദൈവാധീനവും എല്ലാം ഐശ്വര്യം വന്നു ചേരുന്ന സമയം, ആഗ്രഹങ്ങൾ സാധിക്കുന്ന സമയം, ദീർഘദൂര യാത്ര ചെയ്യുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ ഉല്ലാസയാത്ര പോകുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ അവസരങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കൾ മൂലമോ സഹോദരസ്ഥാനീയർ മൂലമോ ചില അധിക ചിലവുകൾ വന്നു ചേരാം. സുഹൃത്തുക്കൾ പെട്ടെന്ന് ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നതുമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാര്യം. തൊഴിൽപരമായിട്ട് അഭിവൃദ്ധികൾ വന്നു ചേരും. പുതിയതായിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് അപ്പോയിൻമെൻറ്റിന് കാത്തു നിൽക്കുന്നവർക്ക് ഈ ആഴ്ച നല്ല ഒരു അനുകൂലമായ കാലമാണ്. അത് ഏത് തൊഴിലുകൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ സൂചകമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം വന്നു ചേരുവാനും യോഗമുള്ള ഒരു ആഴ്ചയാണ്. അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ അനുഗ്രഹത്താൽ ജീവിതം വിജയം കൈവരിക്കുവാനായിട്ട് പല ഘടകങ്ങൾ ഒത്തുവരുന്നതിനും സൂചനയുണ്ട്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. എന്നിരുന്നാലും തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളോ അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനോ ഒക്കെ സൂചനയുള്ളതിനാൽ തൊഴിൽ രംഗത്ത്, അതായത് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവർക്കായാലും മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായാലും ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കായാലും വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. തൊഴിൽ രംഗത്ത് കൃത്യനിഷ്ഠ അത്യാവശ്യമാണ്. സമയത്ത് ജോലിക്ക് ഹാജരാകുകയും ഉത്തരവാദിത്തങ്ങൾ കൃത്യനിഷ്ഠയോടെയൊക്കെ ചെയ്യേണ്ടതാണ്. വാക്കിലെ പിഴവുകൾ ശത്രുക്കൾ ആയുധമാക്കാതെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ വന്നു ചേരുന്ന ധനം മനസ്സറിയാതെ പാഴായി പോകുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ ധനം ചെലവ് ചെയ്യുന്നതിനും വളരെ ശ്രദ്ധ ആവശ്യമാണ്. ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല കാലം. തൊഴിൽ രംഗത്ത് വിജയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള സമയം. പിതൃകുടുംബവുമായിട്ടും മാതൃകുടുംബവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഐശ്വര്യങ്ങൾ, അഭിവൃദ്ധികൾ, അതുപോലെ തന്നെ കുടുംബ സമ്പത്ത് വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെ വളരെ ശ്രദ്ധിക്കുക. കൃത്യനിഷ്ഠ ആവശ്യമാണ്. സമയത്ത് ഉറക്കവും ഭക്ഷണവും ഒക്കെ ആവശ്യമാണ്. വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉള്ള ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും കാരണത്താൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടോ അല്ലാതെയോ ആണെങ്കിലും ദമ്പതികൾക്ക് പരസ്പരം അകന്ന് ജീവിക്കേണ്ട അല്ലെങ്കിൽ കഴിയേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സൂചനയുണ്ട്. കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശത്രുക്കളുടെ ചില കുൽസിത ബുദ്ധിക്കാരുടെയും പ്രവർത്തനങ്ങൾ അത് ദാമ്പത്യ ജീവിതത്തെ പ്രശ്നപൂർണമാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായ വിജയങ്ങളൊക്കെ വന്നു ചേരും. പ്രൊമോഷനൊക്കെ കിട്ടുന്നതിനോ സൈന്യത്തിലോ അർദ്ധസൈനിക വിഭാഗത്തിലും മറ്റ് ജോലികളിൽ അധികാരമുള്ള ഗവൺമെൻറ് ജോലികളിലൊക്കെ ഒരു അവസരം, അതായത് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് അപ്പോയിൻമെൻ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ
ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിനും ഒക്കെ നല്ല യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ വിജയങ്ങളുള്ള ഒരു ആഴ്ചയാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ലഭിക്കും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും. ഏതെങ്കിലും ഒരു പ്രവൃത്തി വിജയിക്കുക, തൊഴിൽ രംഗത്തായാലും മറ്റ് തൊഴിലുമായിട്ട് അനുബന്ധ തൊഴിലുകൾ ചെയ്യുന്നവർ, അതായത് ഒന്നിലധികം വരുമാന മാർഗങ്ങളിലൂടെയൊക്കെ പെട്ടെന്ന് ധനാഗമന യോഗം ഉണ്ടാകുവാൻ യോഗമുള്ള ഒരു ആഴ്ചയാണ്. അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് ശത്രുക്കളെയൊക്കെ ആണെങ്കിലും കൂടെ നിർത്തുവാനും അനുനയിപ്പിക്കുവാനും സംസാരത്തിൽ വിജയിക്കുവാനും മധ്യസ്ഥത വഹിക്കുവാനും ഒക്കെ യോഗമുള്ള ആഴ്ച. തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ ആഴ്ചയാണ്. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങൾ പങ്കെടുക്കുന്നതിനും യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ നല്ല ഒരു ആഴ്ച. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ ആഴ്ച. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും. തൊഴിൽ രംഗത്തെ മന്ദതയൊക്കെ മാറുകയും കുടുംബത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട്. അതുപോലെ തന്നെ ഭൂമി സ്വന്തമാകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ്. സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുവാൻ ഈ ആഴ്ച അതിനൊരു കാരണവും കാര്യവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെ ഐശ്വര്യപൂർണമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുന്നതിനും മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകുന്നതിനുമൊക്കെ സൂചനയുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായ ഒരു ആഴ്ചയാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. ഏർപ്പെടുന്ന രംഗം ഏതു തന്നെ ആയാലും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് സാഹസികമായ കാര്യങ്ങളിൽ ഇടപെടാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാഹസികമായ ജോലികൾ ചെയ്യുന്ന ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും പൊക്കത്തിലൊക്കെ കയറുന്നവരും മിലിറ്ററിക്കാരും പോലീസ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ അധ്യാപകർ, അതുപോലെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന പ്രൈവറ്റ് മേഖലകളിലായാലും ഗവൺമെൻറ് മേഖലകളിലായാലും കുടുംബത്തായാലും ഒക്കെ അധികാരത്തിലിരിക്കുന്നവർ, ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അത്യാവശ്യമാണ്. സഹപ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ചേർത്ത് കൊണ്ടുപോകുവാൻ എപ്പോഴും പരമാവധി വിട്ടുവീഴ്ചയും ക്ഷമയും ആവശ്യമാണ്. ദേഷ്യമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളൊക്കെ ഉണ്ടാകാം. തൊഴിൽ നഷ്ടപ്പെടാതെ വളരെ ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ്. ഭൂമി സംബന്ധമായി ചില ലാഭം കാർഷിക രംഗവുമായി ബന്ധപ്പെട്ടോ വാഹനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ വന്നു ചേരുന്നതിന് യോഗമുണ്ട്. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്ക് പലതരത്തിലുള്ള രോഗാദി ദുരിതങ്ങളോ മറ്റ് മനപ്രയാസങ്ങളോ മനോദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ആഴ്ച. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. സ്ഥാനമാനങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്തായാലും സാമൂഹിക സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒക്കെ അനുകൂലമായ ആഴ്ച. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ ഉള്ള നല്ല ഒരു ആഴ്ച. സംസാരത്തിലെ നയവും കഴിവുമൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ആകർഷിക്കുവാനായിട്ട് സാധിക്കും. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും.
ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും ഒക്കെ സഹായിക്കുന്നതുമാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ കാര്യം. ശനിയുടെ ദോഷമൊക്കെ വിട്ടകന്ന് മാറി ബലം കുറഞ്ഞു കൊണ്ടിരിക്കും. ജന്മത്തിൽ നിന്ന് ശനി മാറാൻ പോവുകയാണല്ലോ. അപ്പോൾ പൊതുവെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുകയും ഏതെങ്കിലും രോഗത്താൽ വലഞ്ഞിരുന്നവർ ചികിത്സ ഫലിക്കുന്നതിനും നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തുവാനും ഒക്കെ സാധിക്കുന്ന സമയം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ നിന്ന് സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിച്ചു തുടങ്ങുന്ന സമയം. മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾ, ഗുരുക്കന്മാരുടെ നല്ല നിർദ്ദേശങ്ങളുമൊക്കെ സ്വീകരിക്കുക വഴി വിദ്യാരംഗത്തും തൊഴിൽ രംഗത്തും ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും. പെട്ടെന്ന് ദേഷ്യമുണ്ടാകുവാനൊക്കെ സൂചനയുണ്ട്. അതായത് ചെറിയ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് ശത്രുത വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. സമൂഹത്തിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന നിരവധി ജോലിക്കാരുണ്ട്. സമൂഹത്തിലെ ഓരോ വ്യക്തികളുമൊക്കെയായി ബന്ധപ്പെട്ട്, സാമൂഹിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സന്നദ്ധ സംഘടനകളിലും തൊഴിൽപരമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഓഫീസർമാരായാലും ഒക്കെ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർ, ബിസിനസ് ആയാലും ഒരു സ്ഥാപനം നടത്തുന്നവരായാലും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വളരെ അത്യാവശ്യമാണ്. വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ മെച്ചപ്പെട്ട ഒരു ആഴ്ചയാണ്. ദമ്പതികൾക്കും സൗഭാഗ്യവും ഐശ്വര്യവുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതിയും 4 പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അതീവ ശ്രദ്ധയും ജാഗ്രതയും ഏത് കാര്യത്തിലും ആവശ്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ മനസ്സറിയാത്ത കാര്യത്തിന് പോലും വന്നു ചേരുക, കേസുണ്ടാകുക, അതായത് നിയമജ്ഞന്മാരുമായി നിയമപാലകന്മാരുമായി ബന്ധപ്പെടേണ്ട സൂചനയുണ്ട്. അതുപോലെ കുടുംബത്താണെങ്കിലും പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ചില രോഗാദി ദുരിതങ്ങളോ അരിഷ്ടതകളോ വന്നു പെടുവാൻ സൂചനയുണ്ട്. സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവരും അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. സഹോദര സ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കും ഉയർച്ച വന്നു ചേരുകയും അവരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിനും സൂചനയുണ്ട്. അതുപോലെ തൊഴിൽപരമായ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരു പുരോഗതിയൊക്കെ വന്നു ചേരും ജാഗ്രതയോടുകൂടി. അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ്. വാഹന സംബന്ധമായിട്ടൊക്കെ അത് അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക. സാഹസികമായ രീതിയിലുള്ള ഡ്രൈവിങ് ഒക്കെ ഒഴിവാക്കണം. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാൻ പറ്റിയ ഒരു ആഴ്ചയുമാണ്. അത് ദീർഘകാലമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ തുകകൾ മുടക്കി അല്ലെങ്കിൽ വലിയ തുകകൾക്ക് എഗ്രിമെൻ്റ് വയ്ക്കുന്നതും ലോൺ എടുക്കുന്നതുമൊക്കെ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.